ഹായ് സുഹൃത്തുക്കളെ, മധുരയിലെ പ്രശസ്തമായ ശരവണ റെസ്റ്റോറൻറ്റിൽ നിന്ന് രുചികരമായ ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങളിപ്പോൾ മറ്റൊരു ചരിത്ര യാത്രയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമകളിലെ നിരവധി അവിസ്മരണീയ രംഗങ്ങൾക്ക് പശ്ചാത്തലമായ ഒരു രാജകൊട്ടാരത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഏതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? അറിയാവുന്നവർ കമന്റിലൂടെ പറയണേ. അറിയാത്തവർ കുറച്ചുകൂടി ക്ഷമിക്കൂ, നമുക്ക് ഒരുമിച്ച് അവിടെ എത്താം. മധുരയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന ഈ തെരുവുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. തിരക്കേറിയ നഗരമാണെങ്കിലും ഈ പഴയ കെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളും നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നും. ഓരോ വളവും പിന്നിടുമ്പോഴും ചരിത്രത്തിന്റെ ഒരു പുതിയ അധ്യായം തുറന്നുവരുന്ന അനുഭവമാണിവിടെ. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇതാ ചരിത്രവും വാസ്തുവിദ്യയും രാജകീയ പ്രൗഢിയും ഒരുമിച്ചു ചേർന്ന ആ മഹത്തായ സ്മാരകം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ രാജകൊട്ടാരങ്ങളിലൊന്നായ തിരുമല നായക്കർ മഹൽ. ഇനി ഈ മഹത്തായ കൊട്ടാരത്തിന്റെ അത്ഭുതകരമായ ചരിത്രവും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കൗതുകകരമായ കഥകളും നമുക്ക് ഒരുമിച്ചറിയാം. മധുരയുടെ ചരിത്രവും തിരുമല നായക്കരുടെ ഉദയവും. ഓരോ നഗരത്തിനും പറയാനൊരു കഥയുണ്ട്. ചില നഗരങ്ങൾ നാഗരികതയുടെ കഥ പറയുന്നു, ചില നഗരങ്ങൾ യുദ്ധങ്ങളുടെ കഥ പറയുന്നു. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ചരിത്രവും ആത്മീയതയും കലയും വ്യാപാരവും രാജവാഴ്ചയും ഒരുമിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നഗരങ്ങൾ ലോകത്ത് വളരെ കുറവാണ്. അത്തരമൊരു നഗരമാണ് മധുര. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ രാജാക്കന്മാർ ഭരിച്ചിരുന്ന മണ്ണിലാണ്. ഒരു കാലത്ത് ആനകളുടെ ചവിട്ടൊച്ചകളും കുതിരകളുടെ കുളമ്പടികളും ക്ഷേത്രമണികളുടെ നാദവും ചന്തകളിലെ വ്യാപാരികളുടെ വിളികളും നിറഞ്ഞിരുന്ന ഈ നഗരം ഇന്നും അതിൻ്റെ ചരിത്രം അഭിമാനത്തോടെ കാത്തുസൂക്ഷിക്കുന്നു. ആ ചരിത്രത്തിന്റെ ഹൃദയത്തിൽ ആകാശത്തെ തൊടുന്ന ഭീമാകാരമായ തൂണുകളുമായി ഇന്നും നിലകൊള്ളുന്ന ഒരു രാജകൊട്ടാരം. അതാണ് തിരുമല നായക്കർ മഹൽ. ഈ കൊട്ടാരത്തിന്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മധുരയെ അറിയണം. ഇന്ത്യയിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മധുര 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു. പാണ്ഡ്യ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഈ നഗരം തമിഴ് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. സംഘകാല സാഹിത്യങ്ങളിൽ പോലും മധുരയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കപ്പലുകൾ ഇവിടെ എത്തി വ്യാപാരം നടത്തിയിരുന്നുവെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. മുത്തുകളും കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും നൂൽവസ്ത്രങ്ങളും മധുരയിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. അതിനാൽ അന്നത്തെ മധുര ഒരു മതകേന്ദ്രം മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ വ്യാപാര നഗരങ്ങളിൽ ഒന്നുമായിരുന്നു. പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണകാലത്ത് മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നഗരം വികസിച്ചത്. ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമായിരുന്നില്ല, വിദ്യാഭ്യാസത്തിന്റെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വ്യാപാരത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും കേന്ദ്രമായിരുന്നു. രാവിലെ ക്ഷേത്രമണികൾ മുഴങ്ങുമ്പോൾ വ്യാപാരികൾ കടകൾ തുറക്കും. വിദേശ വ്യാപാരികൾ അവരുടെ ചരക്കുകൾ പ്രദർശിപ്പിക്കും. ശില്പികളും കരകൗശല വിദഗ്ധരും രാജാവിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. കർഷകർ ഗ്രാമങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ നഗരത്തിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ മധുര എന്നും സജീവമായ ഒരു നഗരമായിരുന്നു. എന്നാൽ 14-ാം നൂറ്റാണ്ടിൽ സ്ഥിതിഗതികൾ മാറി. ഡൽഹി സുൽത്താനേറ്റിന്റെ ആക്രമണങ്ങൾ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു. 1311-ൽ മാലിക് കാഫൂറിന്റെ ആക്രമണം പാണ്ഡ്യരാജ്യത്തെ ദുർബലമാക്കി. തുടർന്ന് മധുര സുൽത്താനേറ്റ് രൂപം കൊണ്ടു. നഗരത്തിന്റെ സമ്പത്തും ക്ഷേത്രങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഇതിനുശേഷമാണ് ചരിത്രത്തിൽ ഒരു പുതിയ ശക്തി ഉയർന്നു വന്നത്, വിജയനഗര സാമ്രാജ്യം. 1336-ൽ സ്ഥാപിതമായ വിജയനഗര സാമ്രാജ്യം ദക്ഷിണേന്ത്യയിലെ നിരവധി പ്രദേശങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചു. മധുരയും പിന്നീട് വിജയനഗരത്തിന്റെ നിയന്ത്രണത്തിലായി. വിശാലമായ സാമ്രാജ്യം നേരിട്ട് ഭരിക്കുക ബുദ്ധിമുട്ടായതിനാൽ വിവിധ പ്രദേശങ്ങളിൽ പ്രതിനിധികളായി ഭരണാധികാരികളെ നിയമിച്ചു. അവരെയാണ് നായക്കർ എന്ന് വിളിച്ചത്. ആദ്യത്തിൽ ഇവർ ഗവർണർമാരായിരുന്നു. പക്ഷേ വിജയനഗര സാമ്രാജ്യം ക്ഷയിച്ചതോടെ അവർ സ്വതന്ത്ര ഭരണാധികാരികളായി മാറി. അങ്ങനെ രൂപം കൊണ്ട പ്രധാന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മധുര നായക്ക രാജ്യം. മധുര നായക്കരിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു തിരുമല നായക്കർ.
1623 അദ്ദേഹം അധികാരത്തിലെത്തി. അടുത്ത 36 വർഷക്കാലം അദ്ദേഹം മധുരയെ ഭരിച്ചു. അദ്ദേഹം ഒരു യോദ്ധാവ് മാത്രമായിരുന്നില്ല, കലകളെ സ്നേഹിച്ച ഭരണാധികാരിയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അസാധാരണ താൽപ്പര്യമുള്ള രാജാവായിരുന്നു. ക്ഷേത്രങ്ങളുടെ വികസനത്തിനും നഗര സംരക്ഷണത്തിനും കലാകാരന്മാർക്കും നർത്തകർക്കും സംഗീതജ്ഞർക്കും അദ്ദേഹം വലിയ പിന്തുണ നൽകി. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മധുര വീണ്ടും സമ്പന്നമായ ഒരു സാംസ്കാരിക നഗരമായി വളർന്നു. അന്നത്തെ മധുരയിലെ ജനങ്ങളുടെ ജീവിതം വളരെ വൈവിധ്യമാർന്നതായിരുന്നു. ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി വ്യാപാരികളും ശില്പികളും താമസിച്ചു. നെയ്ത്തുകാരും വെങ്കല ശില്പികളും സ്വർണ്ണപ്പണിക്കാരും കല്ലിൽ ശില്പം കൊത്തുന്ന കലാകാരന്മാരും രാജകീയ നിർമ്മാണങ്ങളിൽ പങ്കാളികളായി. മാർക്കറ്റുകളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും വിദേശ വ്യാപാരികളും എത്തിയിരുന്നു. മസാലകൾ, പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആനക്കൊമ്പിൽ നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ എന്നിവ ഇവിടെ വിൽപ്പന നടത്തി. രാത്രിയായാൽ നഗരം പൂർണ്ണമായും നിശബ്ദമായിരുന്നില്ല. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും സംഗീതവും നൃത്തപ്രകടനങ്ങളും മധുരയുടെ രാത്രികൾക്ക് ജീവൻ നൽകി. ഇങ്ങനെയൊരു മഹത്തായ തലസ്ഥാനത്തിന് തന്റെ സാമ്രാജ്യത്തിന്റെ ശക്തിയും സമ്പത്തും ലോകത്തെ അറിയിക്കുന്ന ഒരു രാജകൊട്ടാരം വേണമെന്ന് തിരുമല നായക്കർ ആഗ്രഹിച്ചു. അതിന്റെ ഫലമായാണ് ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ രാജകൊട്ടാരങ്ങളിലൊന്നായ തിരുമല നായക്കർ മഹൽ പിറവിയെടുത്തത്. ഒരു രാജാവിന്റെ സ്വപ്നം, ഒരു സാമ്രാജ്യത്തിന്റെ പ്രതീകം. ഒരു രാജാവിന്റെ മഹത്വം യുദ്ധവിജയങ്ങളിൽ മാത്രം അളക്കപ്പെടുന്നില്ല. അദ്ദേഹം കാലത്തോട് സംസാരിക്കുന്ന എന്താണ് ലോകത്തിന് സമ്മാനിച്ചത് എന്നതിലാണത് നിലനിൽക്കുന്നത്. തിരുമല നായക്കർ തന്റെ സാമ്രാജ്യത്തിന്റെ ശക്തി, കലാപ്രേമം, സമ്പത്ത്, ദീർഘവീക്ഷണം എല്ലാം ഒരൊറ്റ നിർമ്മിതിയിലൂടെ ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിച്ചു. ആ സ്വപ്നത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ അത്ഭുതകരമായ രാജകൊട്ടാരം ജനിച്ചത്. മഹൽ എപ്പോൾ നിർമ്മിച്ചു? ചരിത്രകാരന്മാർ പൊതുവെ അംഗീകരിക്കുന്നത് 1636ഓടെയാണ് തിരുമല നായക്കർ മഹലിന്റെ പ്രധാന നിർമ്മാണം പൂർത്തിയായതെന്നാണ്. അന്ന് മധുര നായക്ക രാജ്യത്തിന്റെ തലസ്ഥാനം മധുര തന്നെയായിരുന്നു. ഭരണകാര്യങ്ങൾ, നയതന്ത്ര ചർച്ചകൾ, രാജസഭ, സൈനിക തീരുമാനങ്ങൾ, വിദേശ പ്രതിനിധികളുടെ സ്വീകരണം ഇവയെല്ലാം ഒരിടത്ത് നടക്കാൻ കഴിയുന്ന ഒരു മഹത്തായ കൊട്ടാരം നിർമ്മിക്കാനായിരുന്നു രാജാവിന്റെ തീരുമാനം. അതിനാലാണ് ഈ മഹൽ വെറും താമസസ്ഥലം മാത്രമല്ല, ഒരു ഭരണകേന്ദ്രം കൂടിയായി രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. ആരാണ് രൂപകൽപ്പന ചെയ്തത്? ഈ മഹലിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇറ്റാലിയൻ വാസ്തുശില്പിയായ ഒരാൾ സഹായിച്ചുവെന്നൊരു പരമ്പരാഗത അഭിപ്രായമുണ്ട്. എന്നാൽ അതിനു വ്യക്തമായ ചരിത്രരേഖകൾ ലഭ്യമല്ല. ചരിത്രപരമായി കൂടുതൽ വിശ്വസിക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ ശില്പികളും നായക്ക രാജവംശത്തിലെ പ്രഗത്ഭരായ നിർമ്മാണ വിദഗ്ധരും ചേർന്നാണ് ഈ മഹൽ രൂപകൽപ്പന ചെയ്തതെന്നാണ്. ഈ നിർമ്മിതിയിൽ ദ്രാവിഡ വാസ്തുവിദ്യ, ഇസ്ലാമിക കമാനങ്ങൾ, വിജയനഗര ശൈലി കൂടാതെ ചില യൂറോപ്യൻ സ്വാധീനങ്ങളും കാണാം. എന്തുകൊണ്ടാണ് ഈ മഹൽ ഇത്ര വ്യത്യസ്തമായത്? ഒരിക്കൽ ഈ കൊട്ടാരം ഇന്നുള്ളതിൻ്റെ 4 ഇരട്ടിയിലധികം വിസ്തൃതിയിലായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. വിശാലമായ പ്രാകാരങ്ങൾ, അന്തഃപുരങ്ങൾ, ഉദ്യാനങ്ങൾ, ജലാശയങ്ങൾ, രാജകീയ മുറികൾ, നൃത്തശാലകൾ, സൈനിക വിഭാഗങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജകീയ സമുച്ചയമായിരുന്നു ഇത്. ഇന്ന് നമ്മൾ കാണുന്നത് ആ മഹത്തായ കൊട്ടാരത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ തൂണുകളുടെ പിന്നിലെ രഹസ്യം. മഹലിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്നത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ തൂണുകളാണ്. ഏകദേശം 20 മീറ്ററിലധികം ഉയരമുള്ള ഈ തൂണുകൾ ഇന്നും സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നു. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവയ്ക്ക് ഇരുമ്പ് റോഡുകളുടെ സഹായമില്ല. അന്നത്തെ ശില്പികൾ ചുണ്ണാമ്പ്, സുർക്കി, ചുട്ട ഇഷ്ടികപ്പൊടി, കരിമ്പിൻ നീര്, മുട്ടയുടെ വെള്ള, സസ്യജന്യ മിശ്രിതങ്ങൾ എന്നിവ ചേർത്ത ശക്തമായ മോർട്ടറാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ഗവേഷകർ കരുതുന്നു. ഈ പരമ്പരാഗത നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ മഹലിനെ ഉറച്ചു നിർത്താൻ സഹായിച്ചത്. സ്വർഗവിലാസം. മഹലിന്റെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് സ്വർഗവിലാസം.
രാജാവ് ഔദ്യോഗിക ചടങ്ങുകൾ നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. വിദേശ ദൂതന്മാരെ സ്വീകരിക്കുകയും വിജയാഘോഷങ്ങൾ നടത്തുകയും സംഗീത നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നത് ഈ വിശാല മണ്ഡപത്തിലായിരുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അലങ്കാര കമാനങ്ങളും ഉയർന്ന ഗുംബദാകൃതിയിലുള്ള മേൽക്കൂരയും ആ കാലഘട്ടത്തിലെ അസാധാരണമായ എഞ്ചിനീയറിംഗ് മികവിന്റെ ഉദാഹരണമാണ്. പകൽ സമയത്ത് സ്വാഭാവിക വെളിച്ചം അകത്തേക്ക് കടക്കുന്നതിനും ചൂട് കുറയ്ക്കുന്നതിനും പ്രത്യേകം ആലോചിച്ചാണ് ഈ രൂപകൽപ്പന. രംഗവിലാസം. കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമായിരുന്നു രംഗവിലാസം. ഇവിടെയാണ് രാജകുടുംബാംഗങ്ങളുടെ താമസവും സ്വകാര്യ ചടങ്ങുകളും നടന്നിരുന്നത്. നൃത്തവും സംഗീതവും കവിതയും സാഹിത്യ ചർച്ചകളും നടന്നിരുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. മധുര നായക്കരുടെ രാജസഭ യുദ്ധതന്ത്രങ്ങൾ മാത്രം ചർച്ച ചെയ്തിരുന്നില്ല, കലയും സംസ്കാരവും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. രാജസഭയുടെ അന്തരീക്ഷം ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഈ വിശാല മണ്ഡപത്തിൽ രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. ഇരുവശങ്ങളിലും മന്ത്രിമാർ, അലങ്കരിച്ച കവചങ്ങൾ അണിഞ്ഞ സൈനികർ, ദൂരദേശങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ. നികുതി, കൃഷി, വ്യാപാരം, സൈനിക സുരക്ഷ, ക്ഷേത്ര നിർമ്മാണം ഇവയെക്കുറിച്ചുള്ള ചർച്ചകൾ. ഇവിടെ എടുത്ത തീരുമാനങ്ങളാണ് ഒരു കാലത്ത് മുഴുവൻ മധുര നായക്ക രാജ്യത്തിന്റെ ഭാവി നിർണയിച്ചിരുന്നത്. രാത്രിയിലെ മഹൽ. രാത്രിയായാൽ ഈ കൊട്ടാരം ആയിരക്കണക്കിന് എണ്ണവിളക്കുകളുടെ പ്രകാശത്തിൽ തിളങ്ങിയിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. വീണയുടെ സംഗീതം, മൃദംഗത്തിന്റെ താളം, നർത്തകിമാരുടെ ചുവടുകൾ, ധൂപത്തിന്റെ സുഗന്ധം. ഈ മഹൽ വെറും രാജധാനിയല്ലായിരുന്നു, ദക്ഷിണേന്ത്യൻ കലാസംസ്കാരത്തിന്റെ ജീവനുള്ള വേദിയായിരുന്നു. മധുരയുടെ സുവർണകാലം, പിന്നെ മഹലിന്റെ പതനം. ഒരു നഗരത്തിന്റെ മഹത്വം അതിലെ കൊട്ടാരങ്ങളുടെ ഉയരത്തിൽ മാത്രമല്ല, അവിടെ ജീവിച്ച ജനങ്ങളുടെ ജീവിതത്തിലാണ്. 17-ാം നൂറ്റാണ്ടിലെ മധുര ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നവും തിരക്കേറിയതുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന തിരക്ക് പുതുമയല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഈ നഗരം ഉറങ്ങിയിരുന്നില്ല. തിരുമല നായക്കരുടെ ഭരണകാലത്ത് മധുര ദക്ഷിണേന്ത്യയിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. രാവിലെ സൂര്യോദയത്തിനു മുമ്പേ നഗരത്തിലെ ചന്തകൾ ഉണർന്നിരുന്നു. കാളവണ്ടികളിൽ ഗ്രാമങ്ങളിൽ നിന്ന് നെല്ലും അരിയും പച്ചക്കറികളും എത്തും. കൈത്തറി നെയ്ത്തുകാർ അവരുടെ പട്ടുവസ്ത്രങ്ങൾ ചന്തയിൽ നിരത്തും. സ്വർണ്ണപ്പണിക്കാർ ആഭരണങ്ങൾ നിർമ്മിക്കും. വെങ്കല ശില്പികൾ ദേവവിഗ്രഹങ്ങൾ രൂപപ്പെടുത്തും. മരപ്പണിക്കാർ രാജകൊട്ടാരത്തിനും ക്ഷേത്രങ്ങൾക്കും വേണ്ടി അത്ഭുതകരമായ അലങ്കാരങ്ങൾ തീർക്കും. അന്നത്തെ മധുരയിൽ ഒരു ദിവസം പോലും നിശബ്ദമായിരുന്നില്ല. വിദേശ വ്യാപാരികളും ഈ നഗരത്തിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും പിന്നീട് ഇംഗ്ലീഷുകാരും മധുരയിലെ വ്യാപാര സാധ്യതകൾ തിരിച്ചറിഞ്ഞിരുന്നു. മുത്തുകൾ, കുരുമുളക്, ഏലം, പട്ടുവസ്ത്രങ്ങൾ, പരുത്തി ഇവയെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. മധുരയുടെ സമ്പത്ത് രാജാക്കന്മാർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും ഗുണം ചെയ്തിരുന്നു. തിരുമല നായക്കർ ക്ഷേത്രങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകി. മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിന്റെ വികസനത്തിനും ഉത്സവങ്ങൾക്കും അദ്ദേഹം വലിയ സംഭാവന നൽകി. ഇന്നും ലോകപ്രശസ്തമായ ചിത്തിരയുത്സവം നായക്ക ഭരണകാലത്ത് കൂടുതൽ വിപുലമായ രൂപം നേടിയതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഉത്സവകാലത്ത് ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ മധുരയിലെത്തുമായിരുന്നു. അതിനാൽ ഇന്നത്തെ പോലെ തന്നെ അന്നും മധുര ഒരു തിരക്കേറിയ നഗരമായിരുന്നു. രാജധാനിയായതിനാൽ ശക്തമായ സൈന്യവും മധുരയ്ക്കുണ്ടായിരുന്നു. ആനപ്പട, കുതിരപ്പട, കാലാൾപ്പട, വില്ലാളികൾ, വാളാളികൾ, ഇങ്ങനെ ക്രമബദ്ധമായ സൈനിക സംവിധാനമാണ് നായക്കർ നിലനിർത്തിയത്. മഹലിനുള്ളിൽ തന്നെ സൈനികരുടെ താമസ സ്ഥലങ്ങളും ആയുധശേഖരങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓരോ സാമ്രാജ്യത്തിനും ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയും ഉണ്ടാകും. 1659-ൽ
തിരുമല നായക്കർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്യം പല രാഷ്ട്രീയ പ്രശ്നങ്ങളെയും അധികാര പോരാട്ടങ്ങളെയും നേരിട്ടു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ചോക്കനാഥ നായക്കർ ഭരണത്തിലെത്തിയപ്പോൾ തലസ്ഥാനം മധുരയിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അത് മഹലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. പുതിയ തലസ്ഥാനത്ത് പുതിയ രാജകൊട്ടാരം നിർമ്മിക്കാനായി മധുരയിലെ മഹലിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചെടുത്ത് അവിടേക്ക് കൊണ്ടുപോയെന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത്. വലിയ മരത്തൂണുകൾ, വാതിലുകൾ, അലങ്കാര ശില്പങ്ങൾ, ചില നിർമ്മാണ ഘടകങ്ങൾ എല്ലാം മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രാജകൊട്ടാരങ്ങളിൽ ഒന്നായിരുന്ന ഈ മഹൽ പതുക്കെ ചുരുങ്ങിത്തുടങ്ങി. ശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ മഹലിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു. ചില കാലം കോടതി, ചില കാലം സർക്കാർ ഓഫീസുകൾ, പിന്നീട് പുരാവസ്തു സംരക്ഷണ കേന്ദ്രം. ഇങ്ങനെ മഹൽ പല രൂപങ്ങൾ സ്വീകരിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഗവർണറായ ലോർഡ് നേപ്പിയർ മഹലിന്റെ ചരിത്ര പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചില ഭാഗങ്ങൾ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കാണുന്ന മഹൽ അതിൻ്റെ ഫലമാണ്. എന്നാൽ ഒരു കാര്യം പലർക്കും അറിയില്ല. ഇന്ന് കാണുന്ന ഈ മഹൽ ഒരു കാലത്തുണ്ടായിരുന്ന യഥാർത്ഥ കൊട്ടാരത്തിന്റെ ഏകദേശം 1/4 ഭാഗം മാത്രമാണെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ബാക്കി ഭാഗങ്ങൾ കാലത്തിന്റെ ഒഴുക്കിൽ നഷ്ടമായി. എങ്കിലും ഇന്ന് ഈ മഹലിന്റെ വിശാലമായ തൂണുകൾക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നും കേൾക്കാം രാജസഭയുടെ ശബ്ദങ്ങൾ, വീണയുടെ സംഗീതം, നർത്തകിമാരുടെ ചുവടുകൾ, സൈനികരുടെ കാവൽ വിളികൾ. ഇവയെല്ലാം ഈ മതിലുകൾ ഇന്നും ഓർമ്മകളായി സൂക്ഷിച്ചിരിക്കുന്നു. മഹലിന്റെ രഹസ്യങ്ങൾ. കാലത്തെ അതിജീവിച്ച ഒരു രാജകൊട്ടാരം. ചരിത്രത്തിലെ ഓരോ കൊട്ടാരത്തിനും പറയാനൊരു കഥയുണ്ട്. ചിലത് വിജയങ്ങളുടെ കഥ, ചിലത് പ്രണയത്തിന്റെ കഥ, ചിലത് യുദ്ധങ്ങളുടെ കഥ. എന്നാൽ തിരുമല നായക്കർ മഹലിന്റെ കഥ മനുഷ്യന്റെ സൃഷ്ടിപരമായ കഴിവിന്റെയും കാലത്തെ വെല്ലുവിളിച്ച വാസ്തുവിദ്യയുടെയും കഥയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ മഹൽ ഒരിക്കൽ ഇതിന്റെ 4 ഇരട്ടിയിലധികം വലിപ്പമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. രാജാവിന്റെ സ്വകാര്യ കൊട്ടാരങ്ങൾ, റാണിമാരുടെ അന്തഃപുരങ്ങൾ, വിശാലമായ പൂന്തോട്ടങ്ങൾ, ജലാശയങ്ങൾ, കുതിരപ്പുരകൾ, ആനപ്പുരകൾ, സൈനികരുടെ താമസ സ്ഥലങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു രാജകീയ നഗരം തന്നെയായിരുന്നു ഈ മഹൽ. ഇന്നതിലൊരു ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർമ്മാണത്തിലെ അത്ഭുതം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും ഉയരമുള്ള കമാനങ്ങളും തൂണുകളും, എന്നിട്ടും സ്റ്റീലോ കോൺക്രീറ്റോ ഇല്ല. ചുണ്ണാമ്പ്, ചുട്ട ഇഷ്ടികപ്പൊടി, സുർക്കി, പ്രകൃതിദത്ത മിശ്രിതങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ നിർമ്മാണം നടന്നതെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ ശില്പികൾക്ക് കെട്ടിടത്തിന്റെ ഭാരം എങ്ങനെ തുല്യമായി വിതരണം ചെയ്യാമെന്ന് അസാധാരണമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ മഹൽ ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നത്. ഭൂഗർഭ തുരങ്കങ്ങളുടെ കഥ. മധുരയിൽ ഒരു ജനപ്രചാരമുണ്ട്. ഈ മഹലിൽ നിന്ന് മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലേക്കും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്കും ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന. അപകട സമയത്ത് രാജകുടുംബത്തിന് രക്ഷപ്പെടാനോ രഹസ്യമായി സഞ്ചരിക്കാനോ ആയിരുന്നുവെന്നാണ് ചിലരുടെ വിശ്വാസം. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന വ്യക്തമായ പുരാവസ്തു തെളിവുകൾ നിലവിൽ ലഭ്യമല്ല. അതുകൊണ്ടുതന്നെ ഇതിനെ ചരിത്ര സത്യമായല്ല, പ്രാദേശിക ജനകഥയായി കാണുന്നതാണ് ശരി. ഒരു കാലത്തിന്റെ കലാ-സാംസ്കാരിക കേന്ദ്രം. ഈ മഹലിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രമല്ല എടുത്തിരുന്നത്. ഭരതനാട്യം, കർണാടക സംഗീതം, കവിത, സാഹിത്യം, നാടകം എല്ലാം രാജസഭയുടെ ഭാഗമായിരുന്നു. കലാകാരന്മാരെ രാജാവ് ആദരിക്കുകയും
പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇന്നും ദക്ഷിണേന്ത്യൻ കലാപാരമ്പര്യത്തിന്റെ വളർച്ചയിൽ നായക്ക ഭരണകാലം നിർണായകമായൊരു ഘട്ടമായി കണക്കാക്കപ്പെടുന്നു. സിനിമകളിലെ മഹൽ. ഈ മഹലിന്റെ ഭംഗി കാരണം നിരവധി ഇന്ത്യൻ സിനിമകളുടെയും ഡോക്യുമെന്ററികളുടെയും ചിത്രീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. ഉയർന്ന കമാനങ്ങൾ, വിശാലമായ മണ്ഡപങ്ങൾ, സ്വാഭാവിക വെളിച്ചം എല്ലാം ചേർന്ന് സിനിമാറ്റിക് ദൃശ്യങ്ങൾക്ക് അനുയോജ്യമായ പശ്ചാത്തലമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഇന്ന് സായാഹ്നങ്ങളിൽ ഇവിടെ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സന്ദർശകരുടെ പ്രധാന ആകർഷണമാണ്. പ്രകാശവും ശബ്ദവും ചേർന്ന് തിരുമല നായക്കരുടെ ജീവിതവും മധുരയുടെ ചരിത്രവും അവതരിപ്പിക്കുന്ന ഈ പരിപാടി പഴയ കാലത്തെ ഒരു നിമിഷം വീണ്ടും അനുഭവിക്കുന്നത് പോലെയുള്ള അനുഭവം സമ്മാനിക്കുന്നു. ഇന്ന് മഹലിന്റെ പ്രാധാന്യം. ഇന്ന് ഈ മഹൽ ഒരു രാജാവിന്റെ വസതിയല്ല, തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ ഭാഗമാണ്. ഓരോ വർഷവും ഇന്ത്യയിൽ നിന്നു മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. വാസ്തുവിദ്യ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ചരിത്ര ഗവേഷകർ, ഫോട്ടോഗ്രാഫർമാർ, സിനിമാ പ്രവർത്തകർ, എല്ലാവർക്കും ഈ മഹൽ ഒരു പ്രചോദനമാണ്. ചിന്തിക്കാനൊരു ചോദ്യം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. 4 നൂറ്റാണ്ട് മുമ്പ് ക്രെയിനുകളില്ല, കമ്പ്യൂട്ടറുകളില്ല, ആധുനിക യന്ത്രങ്ങളില്ല. എന്നിട്ടും ഇത്ര ഭീമാകാരമായ ഒരു കൊട്ടാരം മനുഷ്യൻ എങ്ങനെ നിർമ്മിച്ചു? ഉത്തരം ഒന്നേയുള്ളൂ: അറിവ്, കല, അർപ്പണബോധം, ദീർഘവീക്ഷണം. ചരിത്രം നമ്മെ പഴയ കഥകൾ പറഞ്ഞു തരാൻ മാത്രമല്ല, ഭാവി എങ്ങനെ നിർമ്മിക്കണമെന്ന് പഠിപ്പിക്കാനുമാണ്. തിരുമല നായക്കർ മഹൽ ഒരു രാജാവിന്റെ സ്വപ്നം, ഒരു സാമ്രാജ്യത്തിന്റെ അഭിമാനം, ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയുടെ അമരക്കാര്യം. കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതം. മധുരയിലെത്തുന്നവർ മീനാക്ഷി അമ്മൻ ക്ഷേത്രം മാത്രം കണ്ടു മടങ്ങരുത്. ഈ മഹലിന്റെ തൂണുകൾക്കിടയിൽ കുറച്ചു നിമിഷങ്ങൾ ചെലവഴിക്കൂ, ചരിത്രത്തെ അനുഭവിക്കൂ. അപ്പോൾ മനസ്സിലാകും, ചില കെട്ടിടങ്ങൾ വെറും കല്ലും ചുണ്ണാമ്പും കൊണ്ടല്ല നിർമ്മിക്കപ്പെടുന്നത്. ഒരു ജനതയുടെ സ്വപ്നങ്ങളും കലയും സംസ്കാരവും ചേർന്നാണ് അവ പിറക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. ചരിത്രവും ആത്മീയതയും യാത്രകളും ഇന്ത്യയുടെ മറഞ്ഞുകിടക്കുന്ന അത്ഭുതങ്ങളും അറിയാൻ മിസ്റ്റിക് വണ്ടർലസ്റ്റേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളുടെ പുതിയ യാത്രകളുടെ അറിയിപ്പ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. അപ്പോൾ അടുത്തൊരു ചരിത്ര യാത്രയുമായി വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റിക് വണ്ടർലസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.